Hi students. അപ്പോൾ നമ്മൾ 3-phase സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റാർ കണക്ഷൻ്റെ അനാലിസിസ് വരെയാണ് വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ്, ലൈൻ വോൾട്ടേജിൻ്റെയും റിലേഷൻഷിപ്പ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്തത് നമ്മൾ സെക്കൻഡ് കണക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ കണക്ഷനാണ്. അതിനെ അല്ലാന്നുണ്ടെങ്കിൽ മെഷ് കണക്ഷൻ എന്ന് പറയും. അപ്പോൾ ഓരോ നമ്മൾ 3-phase സിസ്റ്റത്തിന് 3 ഫേസുകളാണുള്ളത്, 3 കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ 3 വയർ എന്ന് പറയാം. ഓരോ ഫേസിലും ഒരു സ്റ്റാർട്ടിംഗ് എൻഡും ഒരു ഫിനിഷിംഗ് എൻഡും ഉണ്ടാവും. അപ്പോൾ സ്റ്റാർ കണക്ഷനിൽ എല്ലാ ഫേസുകളുടെയും ഫിനിഷിംഗ് എൻഡുകളെ നമ്മൾ ഒരു കോമൺ പോയിന്റിൽ ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാർ കണക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫേസിന്റെ ഫിനിഷിംഗ് എൻഡ് മറ്റൊരു ഫേസിന്റെ സ്റ്റാർട്ടിംഗ് എൻഡിൽ കണക്ട് ചെയ്യുന്ന ടൈപ്പ് കണക്ഷനെയാണ് നമ്മൾ ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുന്നത്. That is, in delta connection, the finishing end of a phase is connected to the starting end of another phase. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു പാത്ത് അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഫോമിൽ നമുക്ക് കണക്ഷൻ വരും. അപ്പോൾ ഇതിപ്പോ ഒരു ഫേസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫിഗറാണ് ഞാൻ ഈ വരച്ചു വെച്ചേക്കുന്നത്. ഇതിപ്പോ R എന്ന് പറയുന്ന ഫേസ്, ഈ R ഫേസിന്റെ സ്റ്റാർട്ടിംഗ് എൻഡ് ഇത് ഫിനിഷിംഗ് എൻഡ് ആണ്. സോ അടുത്ത ഫേസ് എന്ന് പറയുന്നത് Y ഫേസിന്റെ സ്റ്റാർട്ടിംഗ് എൻഡ് ഇത് ഫിനിഷിംഗ് എൻഡ്. ഇത് Y ഫേസിന്റെ സ്റ്റാർട്ടിംഗ് എൻഡും R ഫേസിന്റെ ഫിനിഷിംഗ് എൻഡുമാണ് നമ്മൾ ജോയിൻ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ Y ഫേസിന്റെ ഫിനിഷിംഗ് എൻഡും B ഫേസിന്റെ സ്റ്റാർട്ടിംഗ് എൻഡുമാണ് ഈ പോയിന്റിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. B1ഉം അതായത് B ഫേസിന്റെ ഫിനിഷിംഗ് എൻഡും R ഫേസിന്റെ സ്റ്റാർട്ടിംഗ് എൻഡും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് കണക്ഷനാണ് ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുന്നത്. It looks like a closed path. ആ ക്ലോസ്ഡ് പാത്ത് അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പിനെയാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സിമ്പിൾ ക്ലോസ്ഡ് ലൂപ്പിനെയാണ് നമ്മൾ മെഷ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ മെഷ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയാണ് വോൾട്ടേജ്, കറണ്ട്, അത് തന്നെ ഫേസിന്റെ വാല്യൂയും ലൈൻ വാല്യൂയും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഞാൻ പറഞ്ഞു ദിസ് ഇസ് എ ഫേസ്, ഇത് R ഫേസ്, ഇത് Y ഫേസ്, ഇത് B ഫേസ്. ഓക്കെ, ഫേസിന് അക്രോസ് ആയിട്ടുള്ള ഒരു ഫേസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ ഫേസ് വോൾട്ടേജ് എന്നും ആ ഫേസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഫേസ് കറണ്ട് എന്നും പറയും. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടത്തെ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഫേസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, ആ ഫേസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ ഒന്നുകിൽ ഞാൻ VR എന്ന് റെപ്രസെന്റ് ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ VRY എന്ന് റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ VRY എന്ന് പറയുമ്പോൾ ലൈൻ വോൾട്ടേജുമായിട്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ വരും. ഞാനിവിടെ VR എന്ന് മാത്രമേ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആ VR എന്ന് പറയുന്നത് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, അതായത് ഇവിടെ വരുന്ന വോൾട്ടേജ് ആണ്. ഓക്കെ, ഇനി ലൈൻ വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ലൈനുകൾക്ക് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആണ് ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഇത്, മറ്റൊരു ലൈൻ എന്ന് പറയുന്നത് ഇത്. ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ ഞാൻ VRY, കാര്യം ഇത് R എന്ന് പറയുന്ന പോയിന്റിനും ഈ Y എന്ന് പറയുന്ന ലൈനും അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആയതുകൊണ്ട് VRY എന്ന് എടുത്തു. ഞാൻ ഈ ഒരു കേസ് മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം VRY ഈസ് ഈക്വൽ ടു VR അല്ലെ. ഈ വോൾട്ടേജും സെയിം ആണ്, രണ്ടും സെയിം വാല്യൂ ആണ്. സോ VR എന്ന് പറയുന്നത് ഇവിടുത്തെ ഫേസ് വാല്യൂ ആണ്, VRY എന്ന് പറയുന്നത് ഇവിടുത്തെ ലൈൻ വാല്യൂ ആണ്. സോ അതുപോലെ തന്നെയാണ് അടുത്ത മറ്റൊരു ഫേസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് Y ഫേസ് ആണ്. ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ ഞാൻ VY എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. അതായത് ഈ 3 വോൾട്ടേജിനെ VY എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ ഞാൻ VYB എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വോൾട്ടേജ് തന്നെയാണ് ഈ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ പോയിന്റിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് തന്നെയാണ് ലൈൻ വോൾട്ടേജ് ആയിട്ട് വരുന്നത്. സോ ഇവിടെയും V ഫേസ് എന്ന് പറയുന്നതും ഇത് VL. അപ്പോൾ ഒരു ഡെൽറ്റ കണക്ഷൻ നമുക്ക് പറയാം VL എന്ന് പറയുന്നതും V ഫേസ് എന്ന് പറയുന്നതും സെയിം ആണ്. ഇൻ ഡെൽറ്റ കണക്ഷൻ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്. അപ്പോൾ ലൈൻ വോൾട്ടേജിന്റെ കേസും ഫേസ് വോൾട്ടേജിന്റെ റിലേഷനും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് ഇവിടുത്തെ കറണ്ടിന്റെ കേസാണ്. നമ്മൾ സ്റ്റാർ കണക്ഷനിൽ കറണ്ട് സെയിം ആണെന്ന് കണ്ടു, പക്ഷെ വോൾട്ടേജിനായിരുന്നു അവിടെ ഡിഫറൻസ് ഉണ്ടായിരുന്നത്. ഇവിടെ വോൾട്ടേജ് സെയിം ആണെന്ന് കണ്ടു. അപ്പോൾ നമുക്ക് ഇവിടെ ഡിഫറൻസ് വരുന്നത് ഇവിടുത്തെ കറണ്ടിലായിരിക്കും ഡിഫറൻസ് വരുന്നത്. കറണ്ട് ഫ്ലോ എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത ഇനി നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ
കറണ്ടിന്റെ കേസിലും ഫേസ് കറണ്ട്, ലൈൻ കറണ്ട്, ഇങ്ങനെ രണ്ട് കറണ്ടുകളാണ് വരുന്നത്. ഞാനിപ്പോ ഈ ഒരു സർക്യൂട്ടില് കറണ്ട് ഫ്ലോ ഞാനൊന്ന് അസ്യൂം ചെയ്യുകയാണ്. ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കുലേഷൻ, കറണ്ട് സർക്കുലേഷൻ ആണ്. അപ്പൊ എല്ലാത്തിന്റെയും ഡയറക്ഷൻ സെയിം ആയിട്ട് തന്നെ നമ്മൾ എടുക്കണം. ഞാൻ ഈ ഒരു കറണ്ടിനെ ആർ വൈ, അതായത് ആർ എന്ന് പറയുന്ന ഫേസ്, വൈ എന്ന് പറയുന്ന ഫേസിൽ നിന്ന് ആർ എന്ന് പറയുന്ന ഫേസിലോട്ട് വന്ന് കയറുന്ന കറണ്ട് ആയതുകൊണ്ട് ഞാൻ ഐ ആർ വൈ എന്ന് എഴുതുകയാണ്. ഇനി അടുത്തത് ആർ എന്ന് പറയുന്ന ഫേസിൽ നിന്ന് ബി എന്ന് പറയുന്ന ഫേസിലോട്ട് വന്ന് കയറുന്ന കറണ്ട് ആയതുകൊണ്ട് ഇതിനെ ഞാൻ ഐ ബി ആർ എന്ന് എഴുതുകയാണ്. ഇനി ബി എന്ന് പറയുന്ന ഫേസിൽ നിന്ന് വൈ എന്ന് പറയുന്ന ഫേസിലോട്ട് വന്ന് കയറുന്ന കറണ്ടിനെ ഞാൻ ഐ വൈ ബി എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഈ റെപ്രസെന്റേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഫേസിലെ കറണ്ട്, ഇതൊക്കെ ഫേസ് കറണ്ടുകളാണ്. ഈ ഫേസിലെ കറണ്ട് ഐ ആർ വൈ, ഈ ഫേസിലെ കറണ്ട് എന്ന് പറയുന്നത് ഐ ബി ആർ, ആൻഡ് ഐ വൈ ബി ഇസ് ദി കറണ്ട് ഇൻ ദിസ് ഫേസ്, വൈ ഫേസ്. ഓക്കെ, അത് ക്ലിയർ ആണ്. അപ്പൊ ഞാൻ താഴോട്ട് എഴുതുകയാണ് ഐ ഫേസുകൾ, അതായത് ഫേസ് കറണ്ടുകൾ ഈസ് ഈക്വൽ ടു ഐ ആർ വൈ, ഐ ബി ആർ, ഐ വൈ ബി. In a balanced system, we can say all these currents are same. Okay, in a balanced system, balanced systemത്തിന്റെ representation ആണ് ഈ എഴുതിയേക്കുന്നത്. I phase is equal to IRY is equal to IBR is equal to IYB. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഫേസ് ആയി. ഇനി ലൈൻ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമ്പിൾ, ഓരോ ലൈനിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ടുകൾ. ഞാൻ ഇതിനെ IR എന്നും ഇതിനെ IY എന്നും ഇതിനെ IB എന്നും റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ IR എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും? IR എന്ന് പറയുന്നത് ഈ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് ആണ്. ഇവിടെ നിന്ന് ഒരു കറണ്ട് വരുന്നുണ്ട്, ഇങ്ങോട്ടൊരു കറണ്ട് പോകുന്നുണ്ട്. അപ്പൊ ദിസ് കറണ്ട് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ദീസ് ടു കറണ്ട്സ്. അപ്പൊ നമുക്ക് IR ഈസ് ഈക്വൽ ടു ദിസ് കറണ്ട് മൈനസ് ദിസ് കറണ്ട് എന്ന് എഴുതിക്കൂടെ? IR ഈസ് ഈക്വൽ ടു ഈ ബ്രാഞ്ചിലെ കറണ്ട് എന്ന് പറയുന്നത് IRY, ദാറ്റ് മൈനസ് ഈ ബ്രാഞ്ചിലെ കറണ്ട് IBR. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതൊക്കെ വെക്റ്റർ അഡീഷൻ അല്ലെങ്കിൽ വെക്റ്റർ റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ വെക്റ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ എഴുതുമ്പോൾ നമുക്ക് IRY പ്ലസ് മൈനസ് IBR എന്ന് എഴുതാം. കാര്യം വെക്റ്ററിലെ അഡീഷൻ ആണ്, സബ്ട്രാക്ഷൻ നമ്മൾ ആഡ് ചെയ്താണ് എടുക്കുന്നത്. സോ വെക്റ്റർ IRY പ്ലസ് IBR എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കണം. സോ ഞാനിപ്പോ ഇവിടെ വെക്റ്റർ വരച്ചിരിക്കുന്നത്, നമ്മൾ സാധാരണ വോൾട്ടേജ് വെച്ചിട്ടാണ് വെക്റ്റർ വരയ്ക്കുന്നത്. ഞാൻ ഇതെന്ന് പറയുന്നത് VRY, VYB, VBR. ഇതെന്ന് പറയുന്നത് ആ ഓരോ ഫേസിന്റെയും വോൾട്ടേജുകളാണ് എടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് വോൾട്ടേജിന്റെ ആവശ്യമില്ല, നമ്മൾ കറണ്ടാണ് വേണ്ടുന്നത്. ഇത് വെച്ച് നോക്കുമ്പോൾ കറണ്ട് എങ്ങനെ വരുമെന്ന് വെച്ചാൽ, കോയിലാണ് നമ്മൾ, അതായത് വൈൻഡിങ് ആണ് എടുക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. IRY എന്ന് പറയുന്നത് VRYന് ഒരു പർട്ടിക്കുലർ ആംഗിൾ ലാഗിങ് ആയിരിക്കും. IRY എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആംഗിൾ, തീറ്റ ആംഗിൾ ലാഗ് ചെയ്യും. അതേപോലെ തന്നെ ഓരോ ഫേസിലും ഇത് IYB, that will lag the voltage by a particular angle theta, and IBR, that will also lag the voltage by a particular angle theta. Okay, നമുക്കിപ്പോൾ ഇത്രയും കൂടെ ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അനാലിസിസിന് വേണ്ടിയിട്ട്, അനാലിസിസിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കറണ്ടുകൾ മാത്രം കൺസിഡർ ചെയ്യുകയാണ്. ഈ മൂന്ന് കറണ്ട് മാത്രം എടുക്കുകയാണ്. ആ കറണ്ട് എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളത് മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് ഇതേപോലെ തന്നെ എടുക്കുക കറണ്ടുകൾ. So this is IRY, this is IYB. ഓർഡറിൽ എടുക്കുമ്പോൾ അത് IYB, this is IBR. ഓക്കെ, ഓരോന്നും 120 ഡിഗ്രി ഇലക്ട്രിക്കൽ സെപ്പറേഷൻ ഉണ്ട്. ഇനി എനിക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത് IRY പ്ലസ് മൈനസ് IBR ആണ്. പ്ലസ് IBR നമ്മുടെ കയ്യിലുണ്ട്, മൈനസ് IBR എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. സോ ദാറ്റ് വിൽ ബി, ദിസ് ഈസ് മൈനസ് IBR. ഇനി ഇതിന്റെ വെക്റ്റർ അഡീഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പാരലോഗ്രാം മെത്തേഡ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് വരുമ്പോൾ ഈ ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക, ഈ ലൈനിന് പാരലായിട്ട് ഈ ലൈനിന് പാരലായിട്ട് ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക,
രണ്ടും ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റ്, ആ പോയിന്റിൽ നിന്ന് ഒറിജിനിലോട്ട് ഒരു ലൈൻ പോവുക. ദിസ് ഈസ് IR. ഓക്കെ, ആ ലൈനാണ് IR എന്ന് പറയുന്നത്. ഇനി ഈ ലൈന് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത് മൊത്തത്തിൽ 120 ഡിഗ്രിയാണ്. ഈ ലൈൻ ഈ മൊത്തം 120 ബൈസെക്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ അത്യാവശ്യം വേണ്ടുന്നത്. ഇനി ഇതിനെ രണ്ടിനെയും ബൈസെക്ട് ചെയ്യുന്ന ലൈൻ ആയതുകൊണ്ട് ഇത് 30 ഡിഗ്രിയാണ്. അത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. സോ പാരലോഗ്രാം മെത്തേഡ് വെച്ചിട്ട് ബൈ parallelogram method IR is equal to root of magnitude of, നമുക്ക് IR എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും വെക്ടർ ആണ്, magnitude of IRY square plus magnitude of minus IBR square plus 2 into IRY IBR angle between IRY and IBR, that is cos angle between this എന്ന് പറയുന്നത് 60 ഡിഗ്രി. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ എഴുതി IRYയും IBR എന്നൊക്കെ പറയുന്നത് I ഫേസ് ആണ്. സോ റൂട്ട് ഓഫ് ആ ടേമുകളെല്ലാം ഞാൻ IP കൊണ്ട് മാറ്റുകയാണ്. എല്ലാം ഈക്വൽ ടേം ആയതുകൊണ്ട് I ഫേസ് സ്ക്വയർ പ്ലസ് I ഫേസ് ഇൻറ്റു I ഫേസ് കോസ് 60 ഡിഗ്രി എന്ന് വരും. That is equal to I phase square plus I phase square എന്ന് പറയുന്നത് 2I phase square plus 2IP square into 1/2. So we'll get root 3IP square, that is equal to root 3I phase. ഇനി IR ഉം IY IB, IR IY and IB all are line current. So നമുക്കിവിടെ line current is equal to root 3 into phase I phase. നിങ്ങൾ ഏത് ഫേസ് എടുത്ത് കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ ഏത് ലൈൻ കറണ്ട് കൺസിഡർ ചെയ്താലും നിങ്ങൾക്ക് അവസാനം സോൾവ് ചെയ്ത് വരുമ്പോൾ IL is equal to root 3 I phase എന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് ആൻസർ വരുന്നത്. സോ ഇതിന്റെ ഡെൽറ്റ കണക്ഷൻ നമ്മുടെ അടുത്ത ഫൈൻഡിങ് എന്ന് പറയുന്നത് ലൈൻ കറണ്ട് is equal to root 3 into I phase. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ ലൈൻ കറണ്ട് വന്നിട്ട് ഫേസ് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഫേസ് കറണ്ട് വന്നിട്ട് ലൈൻ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ.